ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജെറമിയ 29:11. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം നമ്മെ സൃഷ്ടിച്ചത് വെറുതെയല്ല. നമ്മുടെ ഓരോ ദിവസവും ഓരോ ശ്വാസവും അവിടുത്തെ ആലോചനയുടെ ഭാഗമാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എത്ര ശക്തമായ വചനമാണിത്! നമ്മുടെ കണ്ണിൽ കഷ്ടതയായതുപോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അനുഗ്രഹമായി മാറും. നമുക്ക് ഇപ്പോൾ കാണാനാകാത്തതിനെക്കുറിച്ച് ദൈവം നേരത്തെ അറിയുന്നു. അവിടുന്ന് നമ്മുടെ കണ്ണുനീർ കാണുന്നു, നമ്മുടെ മൗന പ്രാർത്ഥന കേൾക്കുന്നു, നമ്മുടെ വഴിയൊരുക്കുന്നു. അതിനാൽ ഇന്ന് നമുക്ക് ഉറപ്പോടെ പറയാം, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അവിടുന്ന് എനിക്കായി ഒരുക്കിയിരിക്കുന്നത് നന്മയും പ്രത്യാശയും നിറഞ്ഞ ഒരു ഭാവിയാണ്. അവിടുന്ന് ഒരിക്കലും വൈകുന്നില്ല, ഒരിക്കലും മറക്കുന്നില്ല. അങ്ങേ പദ്ധതി എപ്പോഴും ശരിയായ സമയത്ത് പൂർത്തിയാകും. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിനായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ നന്മയ്ക്കായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വഴികൾ ഇരുണ്ടതായാലും അങ്ങേ കരങ്ങൾ ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും തരയണമേ. ആമേൻ.